എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1-2 തിരുവചന ഭാഗങ്ങളിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന കാലഘട്ടങ്ങളിൽ അവിടുന്ന് തൻ്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പൂർവകാലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം ഈ അവസാന കാലഘട്ടത്തിൽ തൻ്റെ പുത്രനിലൂടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പുത്രനിലൂടെ സംസാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ്, രക്ഷയുടെ സന്ദേശമാണ്. പുത്രനിലൂടെ സംസാരിച്ചു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി അവതരിച്ചിട്ട് നമ്മളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനായി അവതരിച്ച ദൈവം നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ ദൈവപിതാവിന് നമ്മളോടുള്ള ആർദ്ര സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവമാണ് നമ്മളോട് പങ്കുവച്ചത്. നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പുത്രനിലൂടെ ദൈവം സംസാരിച്ചത്. സമയത്തിൻ്റെ തികവിൽ, ദ ഫുൾനെസ് ഓഫ് ദ ടൈം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമയത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനിലൂടെ തൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ദൈവം നമ്മളോട് സംസാരിച്ചു. വീണ്ടെടുപ്പിനെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, നിന്റെ സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതാണ് ഏറ്റവും വിശേഷമായ സ്നേഹമെന്ന് പഠിപ്പിച്ചുകൊണ്ട്, അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ്റെ ജീവൻ യാഗമായി അർപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമ്മളെ തിരിച്ചെടുക്കിട്ടൂ എന്ന് ഒരു ബോധ്യമുണ്ടായപ്പോൾ, അവൻ്റെ ജീവൻ മറുവിലയായി കൊടുത്തിട്ട് നമ്മളെ ഓരോരുത്തരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ച് വീണ്ടെടുത്ത് തന്നു എന്നുള്ളതാണ് അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഏറ്റവും സവിശേഷമായ മാനമെന്ന് പറയുന്നത്. എന്നാലും വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം. എന്താണ് വീണ്ടെടുത്തത്? എവിടെ നിന്നാണ് വീണ്ടെടുക്കപ്പെട്ടത്? എവിടെ നിന്നാണ് വീണ്ടെടുക്കപ്പെടേണ്ടിയിരുന്നത്? നമുക്കെന്താണ് നഷ്ടപ്പെട്ടത്? നമുക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ ലോക ജീവിതത്തിൽ നമുക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ ലോക ജീവിതത്തിൽ ദുഷ്ടൻ നമ്മളിൽ നിന്ന് എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ആരോഗ്യമല്ല, നമ്മുടെ സ്ഥാനമാനങ്ങളല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിലെ ദൈവാംശം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ദൈവാംശം നമുക്ക് നഷ്ടപ്പെട്ടു. ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ ഛായ, ദൈവം നമുക്ക് പകർന്നേകിയ ദൈവത്തിൻ്റെ സാദൃശ്യം, അത് നമുക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അത് കളങ്കിതമായി എന്ന് തന്നെയാണ് പറയുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പകാലം മുമ്പ് കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെടുകയും അല്പകാലത്തിന് ശേഷം കടമായി ലഭിച്ച ആത്മാവിനെ തിരികെ നൽകിക്കൊണ്ട് ദാതാവ് മടക്കി ചോദിക്കുമ്പോൾ തിരികെ നൽകിക്കൊണ്ട് പോകുകയും ചെയ്യേണ്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്പകാലം മുമ്പ് കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെടുകയും അല്പകാലത്തിന് ശേഷം കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് മടക്കി ചോദിക്കുമ്പോൾ തിരികെ കൊടുത്തുകൊണ്ട് പോകുകയും ചെയ്യേണ്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് മടക്കി ചോദിക്കുമ്പോൾ ദാതാവ് തന്നതുപോലെ എങ്കിലും മടക്കി കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ചോദിച്ചാൽ തന്നതുപോലെ കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ദാതാവ് ചോദിച്ചാൽ തന്നതുപോലെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ദാതാവ് ചോദിച്ചാൽ തന്നതുപോലെ കൊടുക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോക കത്തോലിക്കരിൽ ഏതാണ്ട് 43% കത്തോലിക്കരുള്ളത് ലാറ്റിൻ അമേരിക്കയിലാണ്. കേരളത്തിലെ ജനസംഖ്യ 3,72,00,000. ഈ 3,72,00,000-ൽ 18% ക്രിസ്ത്യാനികളെ ഉള്ളൂ. ലോക കത്തോലിക്കരിൽ ഏതാണ്ട് പകുതിയോളം കത്തോലിക്കർ വസിക്കുന്ന ലാറ്റിൻ അമേരിക്കയിൽ പോലും ഇല്ലാത്ത ധ്യാനമന്ദിരങ്ങൾ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഇത്രത്തോളം ധ്യാനമന്ദിരങ്ങളുണ്ട്. കേരളമെല്ലാം സമ്പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ട, നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയുടെ ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി. ഇന്ന് നമ്മൾ കേരളത്തിലെ ധ്യാനമന്ദിരങ്ങളിലൂടെ ധ്യാനിച്ചു പോയവരുടെ കണക്കുകൾ എടുത്താൽ സമ്പൂർണ്ണമായി മാനസാന്തരപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കേണ്ടുന്ന കാലം കഴിഞ്ഞു. എന്നിട്ടോ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന, ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെല്ലാവരും ദേവാലയത്തിൽ വരുന്നുണ്ട്. ദേവാലയത്തിൽ വേണം ദൈവത്തെ ആരാധിക്കുന്നു. ദേവാലയത്തിനകത്ത് ആരാധനയുടെ സംസ്കാരം, വീട്ടിൽ മറ്റൊരു സംസ്കാരം, ജോലി സ്ഥലത്ത് മറ്റൊരു സംസ്കാരം, കച്ചവട സ്ഥലത്ത് മറ്റൊരു സംസ്കാരം. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ക്രിസ്ത്യാനി 24 മണിക്കൂറും ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി 365 ദിവസവും ക്രിസ്ത്യാനിയാണ്. എന്താണ് ദേവാലയത്തിലെ സംസ്കാരം? സെൽഫ് ഗിവിംഗ് ലവ്, സ്വയം ദാനം ചെയ്യുന്ന സ്നേഹം.
ആത്മദാനം ചെയ്യുന്ന സ്നേഹം. ഈ ആത്മദാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ആരാധന, ക്രിസ്തു അവനെ തന്നെ ആത്മദാനമായി നൽകിക്കൊണ്ടാണ് പിതാവിന് ഹിതകരമായ പ്രീതികരമായ ആരാധന അർപ്പിച്ചത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ സ്വയം ദാനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന, ആത്മദാനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആ ദൈവകൃപ ദേവാലയത്തിനകത്ത് വെച്ച് സ്വീകരിച്ചിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് ദേവാലയത്തിന് വെളിയിൽ പോയിട്ട് അതിന് വിരുദ്ധമായ ഒരു സംസ്കാരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. ക്രിസ്ത്യാനിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ബലിയുടെ സംസ്കാരമാണ്. ബലിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്തുള്ള സംസ്കാരമല്ല, ധ്യാനമന്ദിരത്തിനകത്തുള്ള സംസ്കാരമല്ല. പള്ളിയിൽ നിന്ന് കിട്ടേണ്ടതാണ്, ധ്യാനമന്ദിരത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. പക്ഷെ അത് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നിന്റെ വീട്ടിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ കച്ചവട സ്ഥലത്ത്, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ പ്രാവർത്തികമാക്കി നിനക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊരു കൗണ്ടർ വിറ്റ്നസ് ആണ്, എതിർ സാക്ഷ്യമാണ്, ഇത് അക്രൈസ്തവമാണ്. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വലിയ പണ്ഡിതന്മാരെയൊന്നും വേണ്ട. ദൈവത്തിന് എന്താ വേണ്ടത്? വിശ്വസ്തരെ. ദൈവം തന്നോട് വിശ്വസ്തര പുലർത്തുന്നവരെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആർക്കും വലിയ ദൈവശാസ്ത്രമൊന്നും പഠിക്കണ്ട, നമുക്ക് ആർക്കും വലിയ തത്വശാസ്ത്രമൊന്നും പഠിക്കണ്ട. നമുക്ക് എൻ്റെ ദൈവത്തോട്, എന്നെ വിളിച്ചവരോട് എനിക്ക് വിശ്വസ്തനായിരിക്കാൻ, നമുക്ക് വിളിച്ചവരോട് വിശ്വസ്തനായിരിക്കണമെങ്കിൽ ഈ വിളിച്ചവൻ ആരാണെന്ന് നമ്മളൊന്ന് അറിയണം. ഈ വിളിച്ചവൻ ആരാണെന്ന് നമുക്കെന്ത് അറിയണം? നമ്മളെല്ലാവരും കർത്താവ് യേശു ക്രിസ്തു, യേശു കർത്താവാണെന്ന് നമ്മൾ ഏറ്റുപറയുന്നു, യേശു കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, യേശു കർത്താവാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കർത്തൃത്വം പൂർണ്ണമായിട്ടും നമുക്ക് ഇതുവരെ അംഗീകരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു മാത്രം കർത്താവും ദൈവവുമാകുന്ന ദിവസം എന്നാണ്? നമ്മൾ ആവശ്യം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് നമ്മൾ ദേവാലയത്തിൽ ഒരു ആരാധനകൾ കൂടുന്നുണ്ട്. എന്നാൽ യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരൊറ്റ കാര്യം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രഥമ പ്രധാനം. എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രഥമ പ്രമാണം. എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേര് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്? എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ. അതാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഇവിടെ ധ്യാനം കൂടാൻ ആളുണ്ട്, പള്ളിയിൽ പോകാൻ ആളുണ്ട്, നൊവേന കൂടാൻ ആളുണ്ട്. പക്ഷേ എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ മാത്രം ഇവിടെ ആളില്ല. ഏറ്റവും വേദനാജനകമായ ഒരവസ്ഥയാണിത്. നമ്മൾ ഓരോരുത്തരും ചെറിയേണ്ടുന്ന അവസ്ഥയാണ്. നമ്മുടെ ചങ്ക് നോവേണ്ടുന്ന അവസ്ഥയാണ്. ഞാൻ ക്രിസ്ത്യാനിയെന്ന് അഭിമാനിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണോ? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ക്രിസ്തീയമായിട്ടുള്ള യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ ക്ലേശങ്ങൾ, നമുക്കുണ്ടാകുന്ന ഈ ക്ലേശങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് അതിന് മുമ്പേ കടന്നു പോയിട്ടുള്ള വ്യക്തിയല്ലേ? അല്ലേ സഹോദരി? അല്ലേ? അപ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളിലൂടെയും നമ്മുടെ കർത്താവ് അതിന് മുമ്പേ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് ആ ക്ലേശങ്ങളെ എങ്ങനെ ഫേസ് ചെയ്തോ, കർത്താവ് തൻ്റെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിച്ചോ, ആരോട് ചേർന്ന് നിന്ന് അഭിമുഖീകരിച്ചു, ഏത് വിധത്തിൽ അഭിമുഖീകരിച്ചു, ഏത് രീതിയിൽ അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ് സുവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെക്കുന്ന ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത്. സുവിശേഷാധിഷ്ഠിതമായി ജീവിക്കാനുള്ള ഒരു ആർജവം ക്രിസ്ത്യാനി കാണിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. സുവിശേഷാർത്ഥമായി ജീവിക്കേണ്ടത് ഒരു ആർജവം നമ്മൾ കാണിക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗോള സുവിശേഷവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ന് ലോകത്ത് ഏതാണ്ട് ഒരു 10-12 വർഷങ്ങൾ കൊണ്ട് അമേരിക്കയിൽ തന്നെ പറയുന്നത് 10 ലക്ഷത്തിലേറെ ആളുകൾ അന്യമതസ്ഥരിൽ നിന്ന് യേശു ക്രിസ്തുവിലേക്ക് ഇങ്ങനെ കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കേണ്ട കാരണം എന്താണ്? പാപിയായ മനുഷ്യന് വേണ്ടി കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെട്ട നസ്രത്തുകാരൻ ലോകം മുഴുവന്റെയും റോൾ മോഡലായി മാറുന്നു. പാപികൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെട്ട നസ്രത്തുകാരൻ റോൾ മോഡലായി മാറുന്ന കാലഘട്ടത്തിൽ അവന്റെ നാമം പേറുന്ന, അവൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച, അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഭക്ഷണപാനീയങ്ങളായി സ്വീകരിക്കുന്ന നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ അവൻ്റെ കർത്തൃത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, ഇതാ കർത്താവേ, ഞാൻ നിന്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതുവരെ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വെച്ചു കൊടുക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ക്രിസ്തീയത ധന്യമാകുന്നത്. അവിടെയാണ് നമ്മൾ എന്തെങ്കിലും കുറെ നന്മകൾ ചെയ്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല.
ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കുറെ നന്മ ചെയ്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ, കുറച്ച് നല്ലത് ചെയ്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ. നോ, നെവർ, അങ്ങനെയല്ല. യുക്തിവാദികൾ നന്മ ചെയ്യുന്നുണ്ട്, നിരീശ്വരവാദികൾ നന്മ ചെയ്യുന്നുണ്ട്, യുക്തിവാദികളും നിരീശ്വരവാദികളും ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നന്മയും നല്ലതും ചെയ്ത് വിളിക്കാൻ വിളിക്കപ്പെട്ടവരല്ല പ്രിയപ്പെട്ടവരെ. പിന്നെയോ എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുഹിതം എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ ഓരോരുത്തരുടെ മുന്നിൽ ദൈവം വെച്ചിരിക്കുന്ന ആ വലിയ ദൈവ വിളി എന്താണെന്ന് നമ്മളത് തിരിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ജീവിത സാധ്യതകൾ, അനന്ത സാധ്യതകൾ. അനന്ത സാധ്യത എന്താണ്? മത്തായിയുടെ സുവിശേഷത്തിൽ 5:48 നമ്മൾ കാണുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അന്തരാർത്ഥങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിൽ എത്തിപ്പെടാനുള്ള ഒരു സാധ്യത എനിക്കുമുണ്ട് എന്ന് എൻ്റെ കർത്താവ് യേശുനാഥൻ എന്നോട് പറയുക. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ കാരുണ്യത്തിന്റെ മുഖം എന്ന് പറഞ്ഞ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പിതാവായ ദൈവത്തിന്റെ പരിപൂർണതയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും നമ്മിലെ പാപത്തിന്റെ സ്വാധീനമേറ്റ മനുഷ്യൻ നമ്മുടെ മനുഷ്യത്വത്തെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. കൃപാവരത്തിന്റെ വിമോചകമായ ശക്തി നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിലും പാപത്താൽ വികലമായ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമായ ദോഷകരമായ സ്വാധീനവും നമ്മളെ അതേ അളവിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തിന്റെ പൊരുള് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ തിരുവസ്ത്രമണിഞ്ഞ വാക്കുകൾ എന്നാണ് ഞാൻ അതിനെ പറയുക. ഈ തിരുവസ്ത്രമണിഞ്ഞ വാക്കുകൾ വായിച്ചപ്പോൾ ധ്യാനിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5:17 എന്താ പറയുന്നത്? ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. ഇവ രണ്ടും പരസ്പരം എതിർക്കുന്ന നിമിത്തം നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. IMS വെച്ച് അനേക ധ്യാനങ്ങളിലൂടെ അനേകരോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഒരു യുവാവിന് ഏറ്റവും നന്നായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻ അറിയാം, പക്ഷേ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഒരു ഭർത്താവിന് ഏറ്റവും നന്നായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, പക്ഷേ ആ അറിവ് പ്രാവർത്തികമാക്കി ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും നന്നായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, പക്ഷേ അതുപോലെ ജീവിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ മനുഷ്യൻ്റെ എല്ലാവരും നമ്മൾ നേരിടുന്ന പ്രശ്നം. എൻ്റെ അറിവുകൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് അനുഗ്രഹപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹന, കുരിശുമരണ, പുനരുദ്ധാന രഹസ്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇതുവരെ അർത്ഥതലങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ അർത്ഥതലം ഉണ്ടായിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം എൻ്റെ വ്യക്തിത്വത്തെ വ്യക്തിപരമായി സ്വാധീനിക്കാതിരിക്കുന്നിടത്തോളം കാലം എന്നിലൊരു രൂപാന്തരീകരണം ഉണ്ടാകത്തില്ല, എന്നിലൊരു നവീകരണം ഉണ്ടാകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ദൈവകൃപയ്ക്ക് മാത്രമേ മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയൂ. ഒരു ലളിതമായൊരു കാര്യം, വളരെ ലളിതമായൊരു കാര്യം. നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ്. അല്ലേ അല്ലേ ചേട്ടാ? അല്ലേ? അപ്പോൾ നമ്മളെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം നമുക്ക് നൽകിയ ഛായ, ദൈവം നമുക്ക് നൽകിയ സാദൃശ്യം, അതിൽ ഈ ലോകത്തിൻ്റെ പൊടിയോ മണ്ണോ ചെളിയോ കറയോ അതൊന്നും പുരളാൻ നമ്മൾ അനുവദിക്കാതെ അത് അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിരുന്നു എങ്കിൽ നമ്മളെയും ചൊല്ലി വിളിക്കുന്ന പേര് മറ്റൊന്നാകുമായിരുന്നോ? പറ, ആകുമായിരുന്നോ? ദൈവത്തിന്റെ മകൻ ദൈവമല്ലേ? ആണോ? ദൈവത്തിന്റെ മകൻ ദൈവമാ, ദൈവത്തിന്റെ മകൾ ദൈവമാ. ദൈവവചനം ആരുടെ പക്കലേക്ക് വന്നോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്, നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പഠിപ്പിക്കുമ്പോൾ നാട്ടുകാരൻ നമ്മളെക്കുറിച്ച് പറയുന്നത് പോകട്ടെ, നമുക്കെങ്കിലും വ്യക്തമായ ബോധ്യത്തോടെ ഞാൻ ഒരു ദൈവ മകനാണ് എന്ന് എൻ്റെ മനസാക്ഷി കുത്തില്ലാതെ പറയാൻ തക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ? പാപം അവിടെ നിൽക്കട്ടെ, എങ്ങോട്ട് തിരിഞ്ഞാലും പാപം.
സൃഷ്ടിക്കിന് ശേഷം ഇന്ന് വരെ ഏറ്റവും കൂടുതൽ പാപത്തിന്റെ സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അങ്ങോട്ട് തിരിഞ്ഞാൽ പാപം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പാപം, അങ്ങോട്ട് തിരിഞ്ഞാൽ പാപം, ഇങ്ങോട്ട് നോക്കിയാൽ പാപം. പക്ഷേ ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, പാപം പെരുകിയെടുത്ത കൃപയെ അതിലേറെ സമൃദ്ധമായി. പാപം പെരുകിയിടത്ത് കൃപ അതിലേറെ സമൃദ്ധമായി. പാപം പെരുകിയ ഈ കാലഘട്ടത്തിൽ തന്നെ സമൃദ്ധമായി നിലകൊള്ളുന്ന ആ ദൈവ കൃപയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് കൃപയുടെ ജനം മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്നത്. നാട്ടുകാരെ കുറിച്ച് ചിന്തിക്കണ്ട, മറ്റന്യരെ കുറിച്ച് ചിന്തിക്കണ്ട, നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഹീനമായ അവസ്ഥയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ നന്മ ഉളവാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. മാരകമായ പാപം പോലും ഉണ്ടല്ലോ രക്ഷയുടെ അടയാളങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ പാപത്തെ വിളിക്കുന്നത്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പഠനമുണ്ട്, ഫെലിക്സ് കുൾപ്പ, ഭാഗ്യപ്പെട്ട പാപം, ഭാഗ്യാർഹമായ പാപമേ. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നു, ആദ്യ പാപത്തെ ഭാഗ്യാർഹമായ പാപമേ, ഭാഗ്യപ്പെട്ട പാപമേ എന്ന് ആദ്യത്തെ പാപത്തെ സെയിന്റ് അഗസ്റ്റിൻ വിളിക്കുകയാണ്. ആദ്യ പാപം എങ്ങനെയാണ് ഭാഗ്യാർഹമായി മാറുന്നത്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ അതിന് നൽകുന്ന വ്യാഖ്യാനം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തുവെന്ന ദിവ്യ രക്ഷിതാവിനെ എനിക്ക് സ്വന്തമായി നൽകിയത് ഈ പാപമാണെങ്കിൽ ആ പാപത്തെ ഭാഗ്യപ്പെട്ട പാപം എന്നല്ലാതെ മറ്റെന്ത് പേര് ചൊല്ലി ഞാൻ വിളിക്കും? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെ, പുനരുത്ഥാനത്തിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ എനിക്ക് കൈവന്ന സൗജന്യമായ പാപമോചനവും രക്ഷയും നേടിത്തന്നത് ഈ പാപമാണെങ്കിൽ ആ പാപത്തെ ഭാഗ്യപ്പെട്ട പാപമെന്നല്ലാതെ മറ്റെന്ത് പേര് ചൊല്ലി ഞാൻ വിളിക്കും? ആ പാപത്തെ ഭാഗ്യപ്പെട്ട പാപമെന്ന് വിളിക്കണമെങ്കിൽ യേശുക്രിസ്തു എന്ന ദിവ്യ രക്ഷിതാവിൻ്റെ ഉള്ളമറിയണം. യേശുക്രിസ്തു എന്ന ദിവ്യ രക്ഷിതാവിൻ്റെ പീഡാസഹന, കുരിശുമരണ, പുനരുദ്ധാന രഹസ്യങ്ങൾ അറിയണം. അതാണ് പറയുന്നത് കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിലുള്ള ഭാഗഭാഗിത്വം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ പെസഹ രഹസ്യത്തിലുള്ള വ്യക്തിപരമായ ഭാഗഭാഗിത്വത്തെയാണ് ദൈവകൃപയെന്ന് വിശുദ്ധനായ പൗലോസ് വ്യാഖ്യാനിക്കുന്നത്. ദൈവകൃപ എന്ന് പറയുന്നതിന് പൗലോസ് വ്യാഖ്യാനിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും പുനരുത്ഥാനത്തിലും ഒരു മനുഷ്യനുള്ള വ്യക്തിപരമായ പങ്കുപറ്റൽ. അതുതന്നെയാണ് റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിലൂടെ നിങ്ങൾ അവനോട് ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും നിനക്ക് അങ്ങോട്ടുകൂടി ഭാഗഭാഗിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലത് കരം ഉയർത്തി പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യേശുക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, നമ്മളോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് അനുനിമിഷം പറയുന്നതാണ്, നമ്മളുടെ പഴയ മനുഷ്യനെ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ. സഭയുടെ ആരംഭം മുതൽ തന്നെ സഭയിൽ ആത്മപകർച്ചയുണ്ട്, ആത്മാഭിഷേകത്തിന്റെ തുടർച്ചയുണ്ട്. സഭയുടെ പ്രഥമ പെന്തക്കോസ്താ മുതൽ തന്നെ ആത്മപകർച്ച, ആത്മാഭിഷേകത്തിന്റെ തുടർച്ച, ഇതെല്ലാം തിരുസഭയിൽ സമൃദ്ധമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇത്രത്തോളം കൃപ സമൃദ്ധമായിട്ടും പ്രിയപ്പെട്ടവർ, ഈ നവീന യുഗത്തിൽ കൃപായുഗമെന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഈ യുഗത്തിൽ ജീവിക്കാൻ നമ്മൾക്ക് അവസരം കിട്ടിയത് തന്നെ നമ്മൾ ഏറ്റവും ഭാഗ്യപ്പെട്ട ദൈവജനമായതുകൊണ്ടാണ്. ഇവിടെ ജീവിക്കുന്ന നമുക്ക് ഈ ദൈവകൃപ നമുക്ക് എന്തിനാണ് തന്നത്, ഈ ദൈവകൃപ നമ്മളെ എങ്ങോട്ടാണ് ആനയിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു ചിന്തയുണ്ടായിട്ടുണ്ടോ ഇതുവരെ?
കൊരിന്ത്യൻകാരുടെ രണ്ടാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ മുഖം കണ്ണാടിയിലെന്ന വണ്ണം മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന വണ്ണം മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ സാദൃശ്യത്തിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓരോ ദിവസവും യേശു ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, അവൻ്റെ അഭിഷേകത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ, അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, ദൈവീക സാദൃശ്യത്തിലേക്ക് നമ്മൾ അനുദിനം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രൂപാന്തരപ്പെടൽ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? ഈ രൂപാന്തരപ്പെടൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ ചെന്ന് നിൽക്കുന്നത്? വിശുദ്ധ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 തുടങ്ങി തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാട്ടിയിരിക്കുന്നത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും. എന്നാൽ ലോകം നമ്മെ അറിയുന്നില്ല, കാരണം ലോകം അവനെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം നാം അറിയുന്നു, നമ്മളെല്ലാവരും ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ നാം എന്തായിത്തീരും എന്നിതുവരെ വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒന്ന് നാം അറിയുന്നു പ്രിയപ്പെട്ടവരെ, അവൻ ആഗതനാകുമ്പോൾ നമ്മെ അവനെ പോലെയാക്കും. എൻ്റെ കർത്താവ് പ്രത്യാഗമനത്തിൽ ആഗതനാകുമ്പോൾ നമ്മെ അവൻ അവനെ പോലെയാക്കും. അവനായിരിക്കുന്നത് പോലെ നമുക്ക് അവനെ കാണാനും കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയരുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഇതല്ല നമ്മുടെ അവസ്ഥ, ഇതല്ല നമ്മുടെ സ്വത്വം, ഈ രൂപമല്ല നമ്മുടേത്, നമ്മുടെ തനിമ ഇതല്ല. അതാണ് പറയുന്നത്, അവൻ ആഗതനാകുമ്പോൾ അവനെ പോലെ അവൻ നമ്മളെ ആക്കും. അവനായിരിക്കുന്നത് പോലെ നമുക്ക് നമ്മെ കാണാൻ കഴിയും. ഈ പ്രത്യാശയാണ് നമ്മൾ ഉള്ളങ്ങളിൽ കൊണ്ട് നടക്കേണ്ടത്. അതാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് പൗലോസ് വരച്ചു കാട്ടുന്നു. അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് മധ്യാകാശത്ത് എഴുന്നള്ളി വരും. അപ്പോൾ യേശുക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേക്കും. വീണ്ടും ഈ ഭൂമിയിൽ ജീവനോടെ അവശേഷിക്കുന്നവർ അവനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിലേക്ക് സംവഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിലേക്ക് സംവഹിക്കപ്പെടും. ഇവിടെ ഭൂമിയിൽ ജീവനോടെ അവശേഷിക്കുന്നവരെന്ന് പറയുമ്പോൾ അതിന് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് റെഫറൻസ് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ജീവനും അവികലവും പൂർണ്ണവുമായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ യേശു മാത്രം കർത്താവും രാജാവുമാകുന്ന ആ ഒരു പരമപരിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ നമ്മൾ അവനെ എതിരേൽക്കാനുണ്ടല്ലോ, ഇവിടെ നിന്ന് ആകാശങ്ങളിലേക്ക് സംവഹിക്കപ്പെടും. ആ ഒരു വിശുദ്ധിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മൾ ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് ഉയർന്നിരിക്കും. ഈ ഭൂമിയിലായിരിക്കത്തില്ല, ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് നമ്മൾ ഉയർന്നിരിക്കും. അപ്പോൾ ഈ ഭൗതികമായ ഈ ശരീരത്തോടു കൂടി തന്നെ ഉണ്ടല്ലോ പ്രപഞ്ചത്തിന്റെ ആകർഷണ വികർഷണ സിദ്ധാന്തത്തെ അത് ലംഘിച്ചുകൊണ്ട് ദൈവമക്കളുടെ തനിമ നമ്മൾ സ്വായത്തമാക്കുമ്പോൾ, അസീസിലെ ഫ്രാൻസിസ് പുണ്യവാളനൊക്കെ മണിക്കൂറുകൾ ശരീരത്തോടു കൂടി 300-400 മീറ്റർ ഉയരങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ വന്നതുപോലെ ആവിലായിലെ ത്രേസ്യാമ്മ ആ കൊവേന്തയ്ക്കുള്ളിലിരുന്നു കൊണ്ട് ശമ്പരം പടഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരത്തോടു കൂടി മച്ചിൽ പോയി അടിച്ചിട്ട് താഴെ വന്ന് വീണതുപോലെ, അങ്ങനെ പറ്റിയില്ല എങ്കിലും നമ്മുടെ രാജാധിരാജനെ സ്വീകരിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഭൂമിയുടെ ആകർഷണത്തെ വികർഷണമാക്കി മാറ്റിക്കൊണ്ട്, ആകർഷണത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ദൈവീകമായിട്ടുള്ള ആ ഒരു തനിമ ഭാവിച്ചുകൊണ്ട് അവനെ എതിരേൽക്കാനായിട്ട് നമുക്ക് സ്വർഗോന്മുഖരാകാൻ കഴിയും. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പി പിടിക്കാം.
കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വസ്ഥമാണ്. ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്കൊരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ഉണ്ടോ? നാളിതുവരെയുള്ള എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ ശാശ്വതമായി എന്നേക്കുമായി നിലനിൽക്കുന്ന എന്തെങ്കിലും ഇവിടെ അവശേഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ഉള്ളവളാണ് ഞാനെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടോ? സഹോദരങ്ങളെ, പാപപ്രകൃതം മനുഷ്യപ്രകൃതി അല്ല എന്ന് തിരിച്ചറിയണമേ. ദൈവത്തിൻ്റെ ഛായയും ദൈവത്തിൻ്റെ സാദൃശ്യവുമാണ് മനുഷ്യപ്രകൃതി. പാപപ്രകൃതമല്ല മനുഷ്യപ്രകൃതി. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം എഴുതി വെക്കുന്നു, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടുന്നതിനാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗലാത്യ ലേഖനത്തിൽ 5:1 പൗലോസും പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു, സ്ഥിരതയോടെ നിലകൊള്ളുവിൻ, അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. നമ്മൾ മനസ്സിൽ തീരുമാനമെടുക്കാം. ഈ ലോകം മുഴുവൻ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, മനസ്സുകൊണ്ട് തീരുമാനമെടുക്കട്ടെ. ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാതെ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് എൻ്റെ കർത്താവിനെ ഞാൻ ഇനി വേദനിപ്പിക്കില്ല. ആ ഒരു തീരുമാനമെടുത്താൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഒരു കുഞ്ഞു പാപം പോലും ചെയ്ത് എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിക്കില്ല. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ജീവിക്കാനുള്ള ആഗ്രഹം, അവിടെ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചൈതന്യം നിങ്ങളെ എല്ലാവരും ഇപ്പോൾ തലോടുന്നു. സ്വർഗത്തിന് പ്രീതികരമായ ഹൃദയങ്ങളായി നിങ്ങളുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെട്ടു. സ്വർഗമുന്നതങ്ങളിൽ നിന്ന് നവമായ കൃപയെ വർഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉള്ളങ്ങൾ നിറയപ്പെടട്ടെ, പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളട്ടെ, നിലനിൽക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം എല്ലാവരും പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവെ, സവിശേഷമായ വിധത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും യോഗ്യതയാൽ എൻ്റെ മുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഞാൻ ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെല്ലാവരും ദൈവമക്കളുടെ നിലയിലേക്ക് ഉയരട്ടെ. കർത്താവെ, നിലനിൽക്കുന്ന ദൈവകൃപയുടെ അഭിഷേക ശക്തി ഇവരുടെ മേൽ ഈ നിമിഷം വർഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, കൃപാപൂർണനായവനെ, നിന്റെ തിരുനാമം എന്നും ഉയർത്തിപ്പിടിക്കുന്ന മക്കളായി ഇവർ മാറട്ടെ. യേശുവേ, അവിടുത്തെ തിരുനാമം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയായി ഇത് മാറട്ടെ. പിശാചിനോടും പാപത്തോടും സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുന്ന ദൈവജനമായി മാറട്ടെ. ഒരിക്കലും പിശാചിനോടും ലോകത്തോടും കോംപ്രമൈസ് ഇല്ല. ലോകത്തോടും പിശാചിനോടും സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുന്ന ദൈവത്തിന്റെ വാത്സല്യ ജനമായി മാറുവാൻ തക്ക വിധത്തിൽ ഒരു അഭിഷേകം നൽകണമേ. ആമേൻ.